ഓക്കെ, ഇനി ചെറിയൊരു ഭാഗമുള്ളത് ദസ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ദി അഡ്ജക്റ്റീവേ ആണ്. ദി ഗേഗൻടൈൽ ഓർ ദി ഗേഗൻടൈലെ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് അഡ്ജക്റ്റീവ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, സ്മോള്, ബിഗ്, എന്താ പറയുക, വൈറ്റ്, ബ്ലാക്ക്, അല്ലെങ്കിൽ ഡാർക്ക്, ലൈറ്റ്, ഇങ്ങനെ കുറേ അഡ്ജക്റ്റീവ്സും അതിൻ്റെ ഓപ്പോസിറ്റ്സും. അതാണ് നമ്മൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ വലിയ ലോജിക്സും കാര്യങ്ങളൊന്നുമില്ല. ഈ വാക്കുകളൊക്കെ മിനിമം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് ഇതൊരു ടോപ്പിക്കായിട്ട് എടുക്കുന്നു എന്ന് മാത്രം. ഇത് കാണാതെ പഠിച്ചു വെക്കണം, വാക്കുകളൊക്കെ പഠിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ദിവസം ഒരു 5-10 വാക്കുകളെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ചിട്ട് പോകണം. ഇപ്പം നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിക്കും, അതിൻ്റെ പുറമെ നിങ്ങളും ഒരു 5 വാക്കുകൾ ഡെയിലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ഗ്രോസ്, ആദ്യത്തേത് ഗ്രോസ്. ഒരു ആനയുടെ പടം വരച്ചിട്ടുണ്ട് ഇവിടെ. ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ്, വലുത് എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്ത് നോക്കിക്കേ, ക്ലൈൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ക്ലൈൻ. ക്ലൈൻ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഒരു പൂച്ചക്കുട്ടിയുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൂച്ച ആനനെ വെച്ച് നോക്കുമ്പോൾ സ്മോൾ ആണ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ആണ്, ക്ലൈൻ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഒരു സെൻറ്റൻസ് നോക്കിക്കോ. ഐൻ എലഫാൻറ്റ് ഈസ്റ്റ് ഗ്രോസ്. ഒരു ആന വലിയതാണ്. ഐൻ എലഫാൻറ്റ് ഈസ്റ്റ് ഗ്രോസ്. ആബർ ഐനെ കാറ്റ്സെ ഈസ്റ്റ് ക്ലൈൻ. ബട്ട് ഒരു ക്യാറ്റ് വളരെ ചെറുതാണ്. അപ്പോൾ ഗ്രോസ് വെച്ചിട്ടും ക്ലൈൻ വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് ഇവിടെ തന്നു. അടുത്ത സെൻറ്റൻസ് നോക്കി, അടുത്ത ഗേഗൻടൈൽ നോക്കിക്കേ, ഓപ്പോസിറ്റ് നോക്കിക്കേ. ഷ്നെൽ. ഷ്നെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് എന്നാണ് അർത്ഥം. ലാങ്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ എന്നാണ് അർത്ഥം. ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഐൻ സൂഗ് ഈസ്റ്റ് ഷ്നെൽ. ഐൻ സൂഗ് ഈസ്റ്റ് ഷ്നെൽ. ആബർ ഐൻ ഫറാഡ് ഈസ്റ്റ് ലാങ്സാം. സൂഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനാണ്. ഐൻ സൂഗ് ഈസ്റ്റ് ഷ്നെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ നല്ല ഫാസ്റ്റ് ആണ്. ആബർ ഐൻ ഫറാഡ് എന്നാൽ ഒരു ബൈസിക്കിൾ ഈസ്റ്റ് ലാങ്സാം വളരെ സ്ലോ ആണ് എന്നാണ് അർത്ഥം. അടുത്ത നോക്കിക്കേ, ഡുങ്കൽ. ഡുങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് ഹെല്ലാണ്. ഹെൽ. ഹെൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നാണ് അർത്ഥം. അതിനൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിക്കോ. ഐൻ എസ്പ്രസോ ഈസ്റ്റ് ഡുങ്കൽ. ഒരു എസ്പ്രസോ ഡുങ്കലാണ്, ഡാർക്കാണ്. ആബർ ഐനെ ലാറ്റെ ഈസ്റ്റ് ഹെൽ. ലാറ്റെ കുറച്ചും കൂടെ ലൈറ്റ് കളറുള്ള ഒരു സാധനമാണ്. ഗ്ലൂക്ലിഷ്. ഗ്ലൂക്ലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി. ട്രൗറിഷ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാഡ്. ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. ഗ്ലൂക്ലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പി. ട്രൗറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാഡ് ആയിട്ടുള്ളത്. പൗൾ ഈസ്റ്റ് ഗ്ലൂക്ലിഷ്. പോൾ ഭയങ്കര ഗ്ലൂക്ലിഷ് ആണ്, ഹാപ്പിയാണ്. ആബർ റോബർട്ട് ഈസ്റ്റ് ട്രൗറിഷ്. റോബർട്ട് സാഡ് ആണ്. ഓക്കെ, ലാങ്ങും കുർസും ഇത് ഓർത്തെക്കാൻ എളുപ്പമാണ്. ലാങ് എന്ന് പറഞ്ഞാൽ ലോങ് ആണ്. കുർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്, സ്മോൾ എന്നുള്ള, ചെറുത് എന്നുള്ള അർത്ഥത്തിൽ. മൈനെ ഹാരെ സിൻഡ് ലാങ്. എൻ്റെ ഹെയർ വലുതാണ്. മൈനെ ഹാരെ സിൻഡ് ലാങ്. ആബർ ദൈനെ ഹാരെ സിൻഡ് കുർസ്. എന്നാൽ നിന്റെ ഹെയർ വളരെ ഷോർട്ടാണ്. ഇനി വാമും കൂളും. വാം നമ്മൾ ഇത് തന്നെയാണ്, നോർമൽ വാം തന്നെയാണ്. ക്യൂൾ എന്നാണ് കേട്ടോ, കൂളല്ല, ക്യൂൾ എന്നാണ് വായിക്കുക. ഇംഗ്ലീഷിൻ്റെ കൂൾ എന്ന് വായിക്കരുത്, ക്യൂൾ. സെയിം മീനിങ് തന്നെയാണ്. ഹൈസ് എന്ന് പറഞ്ഞാൽ ഹോട്ടാണ്, ചൂടുള്ളത്. കാൾട്ട് എന്ന് പറഞ്ഞാൽ കോൾഡ്, തണുപ്പുള്ളത് എന്നാണ്. ഹൈസ് എന്ന് പറഞ്ഞാൽ ചൂട്, കാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ്. കഫി ഡ്രിങ്ക്ഡ് മൻ ഹൈസ്. ആബർ ലെമണാഡെ കാൾട്ട്. കഫി ഡ്രിങ്ക്ഡ് മൻ ഹൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി, മനുഷ്യൻ കോഫി കുടിക്കുന്നത് ചൂടോടെയാണ്. ആബർ ലിമണാഡ്. ലിമണാഡ് എന്ന് പറഞ്ഞാൽ ലെമണേഡ്, കാൾട്ട്. ലെമണേഡൊക്കെ തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നത്. ഇനി ശരി എന്താ പറയുക, റിഷ്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഫാൽഷ് എന്ന് പറഞ്ഞാൽ തെറ്റ്. നമുക്ക് എന്താ പറയുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ റിഷ്ടിക് ഓർ ഫാൾഷ് എന്നാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക, ശരിയാണോ തെറ്റാണോ. റിഷ്ടിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയും, ഫാൾഷ് എന്ന് പറഞ്ഞാൽ തെറ്റുമാണ്. ഓക്കെ, മൈനെ ആൻഡ് വാട്ട് ഈസ്റ്റ് റിഷ്ടിച്ച്. ആബർ ദൈനെ ആൻഡ് വാട്ട് ഈസ്റ്റ് ഫാൾഷ്. ആൻഡ് വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്നാണ് അർത്ഥം. മൈനെ ആൻഡ് വാട്ട് ഈസ്റ്റ് റിഷ്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ കറക്റ്റാണ്. ആബർ ദൈനെ ആൻഡ് വാട്ട് ഈസ്റ്റ് ഫാൾഷ് എന്നാൽ നിന്റെ ആൻസർ തെറ്റാണ്. ഓക്കെ, ഡിക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റും, ഡ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നുമാണ്. ഫിലിപ്പ് ഈസ്റ്റ് ഡിക്ക്. ഫിലിപ്പ് ഭയങ്കര തടിച്ചിട്ടുള്ള ആളാണ്. ആബർ മരിയ ഈസ്റ്റ് ഡ്യൂൺ. പക്ഷേ മരിയ ഭയങ്കര തിന്നാണ്. ആൾട്ട് എന്ന് പറഞ്ഞാൽ പഴയതും, നോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതുമാണ്. നോയെ. മൈൻ ഔട്ടോ ഈസ്റ്റ് ആൾട്ട്. എൻ്റെ കാറ് പഴയതാണ്. ആബർ ദൈൻ ഔട്ടോ ഈസ്റ്റ് നോയോ. നിന്റെ കാറ് പുതിയതാണ്. മൈൻ ഔട്ടോ ഈസ്റ്റ് ആൾട്ട്. ആബർ ദൈൻ ഔട്ടോ ഈസ്റ്റ് നോയെ. ആം എന്ന് പറഞ്ഞാൽ പുവറും, റൈഷ് എന്ന് പറഞ്ഞാൽ റിച്ചുമാണ്. ഡർ മൻ ഈസ്റ്റ് ആം. അവിടെയുള്ള ആ മനുഷ്യൻ, ആ ആണ് പുവറാണ്. ആബർ ദി ഫ്രൗ ഈസ്റ്റ് റൈഷ് എന്നാൽ ആ വുമൺ റിച്ച് ആണ്. ഡൂഫ് എന്ന് പറഞ്ഞാൽ ഡംബ്,
ഇൻ്റലിഗൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻ്റ് ആണ്. ഐൻ എസൽ ഈസ്റ്റ് ഡൂഫ് ആബർ ഐൻ ഫോക്സ് ഈസ് ഇൻ്റലിജൻറ്റ്. ഒരു ഡോങ്കി കുറച്ച് ഡമ്പാണ്, എന്നാൽ ഫോക്സ് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ ഈ വേർഡ്സ് കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. പരമാവധി വേർഡ്സുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ മതി. അതിൻ്റെ എപ്പോഴും ഒരു വേർഡ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റും കൂടെ പഠിച്ചാൽ അത് ഓർത്ത് വെക്കാൻ കുറച്ചും കൂടി എളുപ്പമാണെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. പരമാവധി വാക്കുകൾ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. മാക്സിമം ഒരു 5-10 വാക്ക് ഡെയിലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് എന്നാണ് അർത്ഥം. സ്ലെഹ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് എന്നാണ് അർത്ഥം. ലാഹൻ ഈസ്റ്റ് ഗുഡ് ആബർ സ്ട്രെസ് ഈസ്റ്റ് സ്ലെഹ്റ്റ്. ലാഹൻ എന്ന് പറഞ്ഞാൽ ലോഫ്റ്റർ, ചിരി വളരെ നല്ലതാണ്. ലാഹൻ ഈസ്റ്റ് ഗുഡ്, ചിരി വളരെ നല്ലതാണ്. ആബർ സ്ട്രെസ് ഈസ്റ്റ് സ്ലെഹ്റ്റ്, സ്ട്രെസ് വളരെ ബാഡാണ്. ഷ്വേർ എന്ന് പറഞ്ഞാൽ ഹെവി. ലൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്. മൈൻ കോഫർ എന്ന് പറഞ്ഞാൽ സ്യൂട്ട് കേസ്, പെട്ടി. മൈൻ കോഫർ ഈസ്റ്റ് ഷ്വേർ, എൻ്റെ സ്യൂട്ട് കേസ് ഭയങ്കര ഹെവിയാണ്. അവർ മൈനെ ടാഷൻ സിൻഡ് ലൈഷ്. ടാഷൻ എന്ന് പറഞ്ഞാൽ ബാഗ്സ്. അതായത് മൈൻ കോഫർ ഈസ്റ്റ് ഷ്വേർ, എൻ്റെ സ്യൂട്ട് കേസ് ഭയങ്കര ഹെവിയാണ്. അവർ മൈനെ ടാഷൻ സിൻഡ് ലൈഷ്. ടാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗാണ്, എന്നാൽ എൻ്റെ ബാഗ് വളരെ ലൈറ്റാണ്. ആൾട്ട് യുങ്. നേരത്തെ നമ്മൾ ആൾട്ട് നൊയെ എന്ന് പറയുന്ന രണ്ട് ഇത് പഠിച്ചിരുന്നു. ആൾട്ട് നൊയെ. ഇവിടെയും നമ്മൾ ആൾട്ട് എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് യുങ് ആണ് വരുന്നത്. ഇത് പക്ഷേ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. പഴയതായതിനെയും നമ്മൾ ഓൾഡ് എന്ന് പറയും, പ്രായമായവരെയും നമ്മൾ ഓൾഡ് എന്ന് പറയും. പ്രായമായവരുടെ ഓപ്പോസിറ്റ് യങ് ആയിട്ടുള്ള ആൾ എന്നാണ്. പക്ഷേ പ്രായമായത് എന്നുള്ളതിൻ്റെ സെയിം അർത്ഥം അല്ലെങ്കിൽ സെയിം അക്ഷരം തന്നെ ഉപയോഗിച്ചിട്ട് വേറൊരു അർത്ഥം വരും. ഓൾഡ് എന്ന് പറഞ്ഞാൽ പഴയ സാധനം എന്നും അർത്ഥം വരും. അപ്പോൾ പുതിയത് എന്നുള്ളതിന് അതിൻ്റെ ഓപ്പോസിറ്റ് വരും. അതേപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിലും ആൾട്ട് എന്നുള്ളതിന് രണ്ട് മീനിങ് വരും. ഓൾഡ് എന്നുള്ളതും പ്രായമായ ആൾ എന്നുള്ളതും വരും. ഓക്കെ. ഇവിടെ ആൾട്ടിൻ്റെ ഓപ്പോസിറ്റ് യുങ് ആണ്. യുങ്. ജുങ് എന്നൊന്നും വായിക്കരുത്, യങ് എന്ന് വായിക്കരുത്. യുങ്. മൈനെ ഗ്രോസ് മോട്ടർ ഈസ്റ്റ് ആൾട്ട് ആബർ മൈനെ മുട്ടർ ഈസ്റ്റ് യുങ്. എൻ്റെ ഗ്രോസ് മുട്ടർ, എൻ്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഓൾഡാണ്, പക്ഷേ എൻ്റെ മദർ യങ് ആണ്. ടോയറും ബില്ലിഗും. ടോയർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവും ബില്ലിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പുമാണ്. ഐൻ സ്പോർട്സ് വാഗൻ ഈസ്റ്റ് ടോയർ. ഒരു സ്പോർട്സ് കാർ വളരെ എക്സ്പെൻസീവ് ആണ്. ആബർ ഐൻ ഫറാഡ് ഈസ്റ്റ് ബില്ലിഗ്. ഫറാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസിക്കിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറ്റ് എ ഗ്ലാൻസിൽ നോക്കിയത്. അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഗ്രോസിൻ്റെ ഓപ്പോസിറ്റ് ക്ലൈൻ, ഷ്നെല്ലിൻ്റെ ഓപ്പോസിറ്റ് ലാങ്സാം, ഡുങ്കലിൻ്റെ ഓപ്പോസിറ്റ് ഹെല്ല്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ വാക്കുകളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് യമാൻഡൻ ഫോർസ്റ്റലൻ നിങ്ങൾ ചോദിച്ച ടോപ്പിക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് ചിലപ്പോൾ ഞാൻ ഈ ടോപ്പിക്